മകീര നക്ഷത്രം പൊതുവേ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള നേച്ചറാണ്. അങ്ങനെ നിങ്ങൾ വെറുതെ മിണ്ടാണ്ടിരിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് കമ്മിയാണ്. ഒന്നിൽ സ്ഥിരമായി നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴൊരു ചേഞ്ച് വേണമെന്നൊരു തോന്നൽ നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നല്ല ഡൗട്ടാണ് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും. ഡിസിഷൻ എടുത്ത ശേഷം പോലും വീണ്ടും നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. തിങ്കിങ് കാരണം രാത്രി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സ്വഭാവവും നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. പുറത്ത് നല്ല സോഷ്യലാണ്, പക്ഷെ മനസ്സിലൊരു ലോൺലിനെസ് നന്നായിട്ട് ഫീൽ ചെയ്യും. ഫ്രീഡം ലവറാണ്. കൺട്രോൾ അല്ലെങ്കിൽ പ്രഷർ നിങ്ങൾക്ക് ഇഷ്ടമല്ല. റിലേഷൻഷിപ്പിൽ എസ്റ്റേഷൻസ് എന്തായാലും ഉണ്ട്. കമ്മിറ്റ്മെൻ്റ് എടുക്കാൻ സമയം നല്ല രീതിയിൽ നിങ്ങൾക്ക് എടുക്കും. നിങ്ങൾ നല്ല സ്മാർട്ടൊക്കെയാണ്, പക്ഷേ മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആണ്. അതായത് കുറച്ച് ചഞ്ചലമായിട്ട് ഇങ്ങനെ മനസ്സ് പോവും. ടാലൻറ്റ് ഉണ്ട്, പക്ഷെ ഫോക്കസ് കുറവായതും കൊണ്ട് റിസൾട്ട് കുറയാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തോറ്റു പോകാനും സാധ്യത നന്നായിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ നല്ല കൺഫ്യൂഷനുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് കരിയറിൽ എന്തായാലും ഉണ്ടാവും. ജോബ് ചേഞ്ച് അല്ലെങ്കിൽ പുതിയ പ്ലാനിൻ്റെ ഒരു ചിന്ത നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും. വർക്കിൽ ഇൻട്രസ്റ്റ് കുറയാൻ സാധ്യത നന്നായിട്ടുണ്ട്. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ വിചാരിക്കാത്ത എക്സ്പെൻസ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തു. വല്ല സേവിങ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തൊടേണ്ട അവസ്ഥയും നന്നായിട്ട് വന്നു. റിലേഷൻഷിപ്പിൽ നല്ല ഡിസ്റ്റൻസ് ഫീൽ ആയിട്ടുണ്ടാവും. കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടാവും. ഇമോഷണലി ഡിറ്റാച്ചഡും ആയിട്ടുണ്ടാവും. മൈൻഡ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു റെസ്റ്റ്ലെസ് മൈൻഡ് തന്നെയാണ്. വെറുതെ ആവശ്യമില്ലാത്ത കുറേ ചിന്തിച്ചു കൊണ്ടിരിക്കും. ചേഞ്ച് വേണ്ടെന്ന തോന്നൽ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും. പക്ഷെ മാർച്ചിൽ അങ്ങനെയല്ല. പുതിയ ഓപ്പർച്യൂണിറ്റി സാധ്യതയുണ്ട്. എന്തായാലും അത് വിട്ട് കളയണ്ട. ഓപ്പർച്യൂണിറ്റിയിലൊന്ന് പോയി നോക്കുക. ഇൻ്റർവ്യൂവിൽ പുതിയ റെസ്പോൺസിബിലിറ്റി എല്ലാം നല്ല രീതിയിൽ പോസിബിളാണ്. മാർച്ച് സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാനും സാധ്യത ഉണ്ട്. നിങ്ങൾ ജോലിക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാർച്ച് 15 ശേഷം മാത്രം വേറെ ജോലി നോക്കുന്നതായിരിക്കും നല്ലത്. ബിസിനസ്സിൽ പുതിയ ഐഡിയാസ് വരും. എക്സിക്യൂഷൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ പിന്നീട് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്തായാലും അതിനൊരു ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് പരമാവധി ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് മാർച്ച് ആദ്യം നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം എന്തായാലും നോർമൽ തന്നെയായിരിക്കും. ഈ ട്രാവലിൻ്റെയും പേഴ്സണൽ എക്സ്പെൻസ് ഒക്കെ ഉണ്ടാവും. ട്രാവലിന് എന്തായാലും എക്സ്പെൻസ് വരുമല്ലോ, അത് ട്രാവലിന് വേണ്ടിയിട്ടല്ലേ, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് മാത്രം വിചാരിക്കുക. കൂടെ ഒരാളുണ്ടെങ്കിൽ അയാളുടെ പൈസ എടുക്കേണ്ട ആവശ്യം എന്തായാലും നിങ്ങൾക്കില്ല. മാസം അവസാനത്തെ ആവശ്യമാകുമ്പോൾ ഫിനാൻഷ്യലി ഒരു ബാലൻസ് എന്തായാലും നിങ്ങൾക്ക് വരും. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ മാർച്ച് 25 ശേഷം മാത്രം ചെയ്യാൻ ഉദ്ദേശിക്കുക. റിലേഷൻഷിപ്പിൽ ഇമോഷണലി എന്തായാലും നല്ലൊരു ഡിസ്റ്റൻസ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഒരു സോറി പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ വേണമെങ്കിൽ മുന്നോട്ട് പോയി എന്നൊക്കെ വരും. പക്ഷെ എന്നാലും ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ വെക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ രണ്ടുപേരും കൂടി ട്രാവൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വേറൊരു പുതിയ കണക്ഷൻ കിട്ടാനും സാധ്യത നന്നായിട്ടുണ്ട്. ഫാമിലി നോക്കുകയാണെങ്കിൽ വീട്ടിൽ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് ക്ഷമ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ആരോഗ്യം നോക്കുകയാണെങ്കിൽ ആങ്സൈറ്റി, സ്ലീപ്പ് ഇഷ്യൂ എല്ലാം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നെക്ക്, ഷോൾഡർ പെയിൻ ഇതൊക്കെ വരാൻ സാധ്യത നന്നായിട്ട് തന്നെ ഉണ്ട്. മാർച്ച് 1 മുതൽ 15 വരെ ഒരു കൺഫ്യൂഷൻ, പ്രഷർ എന്തായാലും ഉണ്ടാവും. മാർച്ച് 16 മുതൽ 31 വരെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഒരു നല്ല മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണും. മാർച്ച് ലാസ്റ്റ് ഒരു 10 ദിവസമാണ് കുറച്ച് ലക്കി ടൈമായിട്ട് കാണുന്നത്.